ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ വെച്ച് ഈ മന്ത്രം ജപിച്ചാൽ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുക. മന്ത്രം ഏതാണെന്ന് പറയാം. പ്രത്യേകിച്ച് തൊഴിൽ കിട്ടാനും അതുപോലെ തൊഴിലിൽ ഉയർച്ച നേടുന്നതിനും ധനസമൃദ്ധിക്കും രാജഗോപാല മന്ത്രത്താൽ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. ഭക്തർ ഈ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നത് ജീവിതത്തിൽ നാനാതരത്തിലുള്ള പുരോഗതി നേടുന്നതിനും ശത്രുദോഷം അതുപോലെ ശാപദോഷ ദുരിതങ്ങൾ മാറുന്നതിനും വ്യാഴദോഷ പരിഹാരത്തിനും വളരെയേറെ ഉത്തമമാണ്. മന്ത്രം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഈ മന്ത്രജപം വഴിത്തിരിവാകും. ദിവസവും രാവിലെ കുളി കഴിഞ്ഞിട്ട് ശുദ്ധിയോടെ വേണം ഈ മന്ത്രം ജപിക്കാനായിട്ട് 108 തവണ ജപിക്കണം. ഈ മന്ത്രം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ നമ്മൾ ദർശനം നടത്താൻ പോകുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇത് മനസ്സിൽ ജപിക്കാവുന്നതാണ്. അതിൻ്റെ ഫലം ഒരുപാട് ഇരട്ടിയാണ്. എന്നൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ അവിടെ ജപിക്കാൻ ശ്രമിക്കാം. ഒരു 108 തവണ ജപിച്ച് ദോഷപരിഹാരത്തിനൊക്കെ വളരെയേറെ ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്.